Okay, thank you. ഹലോ നമസ്കാരം, ട്രാവൽ ബോർഡ് പുതിയൊരു എപ്പിസോഡിലോട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിൽ സാംഗ്രി വില്ലേജിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ വന്നേക്കുന്ന പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ കേദാർഗാന്ധ എന്ന് പറഞ്ഞ ട്രക്കിംഗ് ഉണ്ട്. ആ ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടി വന്നേക്കണാണ്. ഇന്നലെ നമ്മ ഡെറാഡൂണിലോട്ട് വന്ന് ഡൽഹിയിൽ നിന്ന് നേരെ ഡെറാഡൂൺ വന്നിട്ട് നമ്മ ഒരു പാക്കേജ് എടുത്തിട്ടാണ് വന്നേക്കണത്. ആ പാക്കേജിലെ ടീമുകൾ വന്നിട്ട് നമ്മളാ ഇങ്ങനെ സാംഗ്രി വില്ലേജിലോട്ട് കൊണ്ടുവരുന്നേ. ഈ പുറകിൽ കാണുന്ന വീടുണ്ട, ഇവിടെ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത് സ്പോട്ട് കാണിച്ചു തരാട്ടാ. എങ്ങനെയുണ്ട് നോക്കിയതേ, പുറകിലൊക്കെ സ്നോഫോളാണ്. നമ്മ കയറാൻ വേണ്ടി പോണതേ ഈ പുറകിലെ മലയിലോട്ടാണ് കയറാൻ വേണ്ടി പോണത്. ചുറ്റും കാണിച്ചു തരാ, അടിപൊളിയാണ്ടാ. പക്ഷേ തണുപ്പ് ഒരു രക്ഷയില്ലാട്ടാ. എട്ടങ്ങേറ ഇന്നലെ ഡെറാഡൂണിൽ വന്നിറങ്ങിയപ്പോൾ മുതൽ തണുപ്പ് അനുഭവിക്കണാണ്. ഇവിടെ ഇന്നലെ എന്തോ 6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇനിയിപ്പോ മേലോട്ട് മൈനസൊക്കെ പറയണം. അപ്പൊ ഇവിടുന്ന് ജാക്കറ്റൊക്കെ റെന്റിന് എടുത്തിട്ടുണ്ട്. വയ്യ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വയ്യേ പറയാം പോകുന്തോറും. അവരെ ഇപ്പൊ തന്നെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും, 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞേക്കണം. ഒരു നമ്മൾ 8 പേരടങ്ങുന്ന ടീമുകളാണ് ഈ ഒരു പാക്കേജിൽ പോണത്. എല്ലാ മലയാളികളാണ്. 2 പേര് ഒരു കോഴിക്കോട് നിന്നുള്ള ഒരു കപ്പിൾസ് ആണ്. പിന്നെ 5 പേര് ഒരു മൂവാറ്റുപുഴ എന്നുള്ള ഒരു ഗ്രൂപ്പും കൂടി. ഇതാണ്ട ക്യാമ്പിൻ ഹിമാലയ എന്ന് പറഞ്ഞിട്ട് ഇതാണ്ട നമ്മുടെ അടുത്തേക്ക് പാക്കേജ്. ഇത് സംഭവം യൂട്യൂബർ കേരളീയൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്, ബിബിൻ എന്നാണ് പേര്. മൂപ്പരുടെ പാക്കേജാണ്, മൂപ്പരുടെ കമ്പനിയാണ്. അങ്ങനെ ആ പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ വന്നേക്കണം. 7500 രൂപയാണ് ഈ ഒരു പാക്കേജിന്. അതിൽ 5 ദിവസത്തെ ഈ ട്രക്കിംഗ് ഉൾപ്പെടും. പിന്നെ ഡെറാഡൂൺ ടു ഡെറാഡൂൺ ആണ്. നമ്മളെ ഡെറാഡൂണിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇവിടെ നേരെ ഈ സാംഗ്രി വില്ലേജിൽ കൊണ്ടുവരും. നേരെ തിരിച്ച് നമ്മളെ ഡെറാഡൂണിലാക്കി തരും. അതാണ് പാക്കേജ് വരുന്നത് കേട്ടോ. ബാക്കി ഡീറ്റെയിൽ വയ്യേ പറയാം. സ്റ്റാർട്ട് ചെയ്യാനുണ്ട് ട്രക്കിങ്. ഇതേ എല്ലാവരും റെഡി ആയിട്ടുണ്ട്, ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഇതേ ഫുൾ സെറ്റാണ്. ഇതാണ് കോഴിക്കോട് നിന്നുള്ള കപ്പിൾസ്. ഇത് മൂവാറ്റുകാരാണ് ഈ കാണുന്നതൊക്കെ. വടി ഫുൾ സെറ്റാണ്ട് എല്ലാവരും. അപ്പൊ തന്നെ ക്ലൈമറ്റ് നോക്കിയേ, ക്ലൈമറ്റിന്റെ അവസ്ഥ നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ തന്നെ ചെറുതായിട്ട് സ്നോഫോള്, ചെറിയ പൊടി പോലെ ഇങ്ങനെ പെയ്യുന്നുണ്ട്. മേളിലോട്ട് കയറണം. എന്റെ സെറ്റപ്പ് കാണിച്ചു തരാം, ആളെ മനസ്സിലാവൂല കേട്ടാ. ഒരു മിനിറ്റ്. എന്നെ കണ്ട എങ്ങനെയുണ്ട്? ഞാനൊക്കെ ഈ അവസ്ഥ ഉണ്ടാ. കാരണം ഈ അവസ്ഥയിലെങ്കിലും പോയാലേ കുറച്ച് സെറ്റപ്പ് ആവാം. സ്നോഫോൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ തന്നെ സ്നോഫോൾ ആയി. മേളിലൊക്കെ എന്തായിരിക്കും അവസ്ഥ? മേളിലൊക്കെ അത്യാവശ്യം നല്ല സ്നോഫോൾ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ എല്ലാരും റെഡി ആയിട്ട് ഇങ്ങനെ ഉണ്ടോ. അവസ്ഥ ഉണ്ടല്ലേ, ഇവിടുത്തെ അവസ്ഥ തന്നെ ഇതാണ്. ഇപ്പൊ മേളിലോട്ടുള്ളത് പറയണ്ടല്ലോ, മേളിൽ മൈനസ് ആണെന്നാണ് പറയണത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതൊക്കെ മുന്നോട്ട് പോട്ടെ. ഇതെന്തൊക്കെയാന്ന് അറിയിട്ടേക്കണത്. ഈ കാണുന്ന ഇവിടുന്ന് റെന്റിനെടുത്ത ജാക്കറ്റ് ആണ്ടാ. ഈ ജാക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹുഡീസ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ സാധാരണ ഒരു ടീഷർട്ട് ഉണ്ടാവും. ഞാനും സെയിം അതേമാതിരി തന്നെയാണ് ഇട്ടേക്കണത്. ആണ്ടാ എല്ലാവരും സ്റ്റിക്ക് ഇങ്ങനത്തെ വടിയാണ്ട് എടുത്തേക്കണത്. വീഡിയോ എടുക്കൽ ദുഷ്കരമാകുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം സ്നോ ഇങ്ങനെ വീണുകൊണ്ടിരിക്കണമെങ്കിൽ ഫോൺ മാറ്റേണ്ടി വരും. അതുപോലത്തെ അവസ്ഥയാണ്. കാരണം നല്ല രീതിയിൽ തന്നെ സ്നോ ചെയ്യുന്നുണ്ട്. പിന്നെ മേളിലോട്ട് ചെല്ലുമ്പോൾ റെയിൻകോട്ട് ഇടേണ്ടി വരും. പക്ഷേ റെയിൻകോട്ട് ഇടുന്നതിലൊന്നുമില്ല, ഫോൺ ഇതാവും. ഇത് കണ്ട അതുപോലത്തെ സ്നോഫോളാണ് ചെയ്യണത്. ഫുള്ള് സ്നോ ആയി. മേളിലോട്ടുള്ള അവസ്ഥയൊക്കെ ഓക്കെ. നമ്മ എന്തോ ഈ സൈഡിലോട്ടാണ് പോണെന്ന് പറഞ്ഞ, പക്ഷെ അവിടെയൊക്കെ നല്ല സ്നോഫോൾ ഉണ്ട്. അതെ, നമ്മ പോണേണ്ട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. എൻ്റെ അവസ്ഥ ഉണ്ടില്ലേ, 3 ഇതാണ്. ഇത് ഇവിടുന്ന് റെന്റിനെടുത്ത ജാക്കറ്റ്, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹുഡീസ് ഉണ്ട്, പിന്നെ സാധാരണ ഒരു ടീഷർട്ട്, 2 ട്രക്കിംഗ് പാൻറ്, ഷൂസും അവിടുന്ന് റെന്റിനെടുത്താണ്. ഫുൾ സെറ്റപ്പാണ്ടാ. എന്നിട്ടും സ്നോഫോളും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മേളിലൊക്കെ മൈനസ് ആണെന്നാ പറയണം. ഇനി മേളിലെത്തിയിട്ട് നമുക്ക് അവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പം എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഇതുപോലത്തെ കുറച്ച് കയറ്റുമല്ലോ, അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 5 പേര് ഇവിടെ എത്തിയിട്ടുള്ളൂ. 3 പേര് അടിയിലാണ്, 2 പേര് ചിക്ക് കാണാനായിട്ട് അവർ അടിയിലോട്ട് തന്നെ പോയി കയറിക്കൊണ്ടിരിക്കുന്നത്.
വരാനുള്ളവരും കൂടി വന്നിട്ടാ. ഒരു 3 പുറകെ വന്നണ്ട. അർജുൻ ആണ് കമ്പനിയുടെ ഇൻസ്ട്രക്ടർ. മൂപ്പരാണ് നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കണേ. ഗൈഡ് മേളിൽ പോയി. അപ്പം എന്തായാലും അങ്ങോട്ട് കയറട്ടെ. അത്യാവശ്യം ഒരു ടോപ്പ് എത്തിയപ്പോൾ നമ്മളിവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് നേരം നിന്നട്ടാ. 3 നേരം അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മിന്ന് ശരിക്കും ട്രക്ക് ചെയ്യാൻ എങ്ങോട്ട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേ ചെയ്ത് കൊടുത്തുനിന്ന് ചുതാക്ക തലാബ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. അവിടെ നമ്മുടെ ഇന്നത്തെ സ്റ്റേ തന്നെ 4 കിലോമീറ്ററാണ് നമ്മൾ നേരെ ട്രക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സ്റ്റേ അടിക്കും. ഇന്ന് സ്റ്റേ അടിച്ചതിന് ശേഷം നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഒരു 4 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് ബേസ് ക്യാമ്പിലോട്ട് പോകും. കേദർഖാൻ്റെ ബേസ് ക്യാമ്പിൽ. അങ്ങനെയാണ് പ്ലാനിങ്. അങ്ങനെ മറ്റന്നാളാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ട്രക്കിങ്. അതായത് ഇന്ന് ചുതാക്ക തലാബ്, നാളെ ബേസ് ക്യാമ്പ്, മറ്റന്നാൾ വെളുപ്പിന് ഏർലി മോർണിംഗ് ഒരു 2 മണിക്ക് 3 മണിക്ക് എണീച്ചിട്ട് നേരെ കേദർഖാന്ത സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് സൺറൈസ് ഒക്കെ കിട്ടുള്ളൂ. 2 മണിക്കൊക്കെ പോയാലേ. പിന്നെ ഭാഗ്യം പോലെ ഇരിക്കും. ക്ലൗഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സൺറൈസും കിട്ടൂല. അപ്പോൾ സ്നോഫോള് നല്ല ചാൻസ് ഉണ്ട്. ആ ടൈം പോണത് കൊണ്ടും പിന്നെ ബേസ് ക്യാമ്പിൽ ഓൾറെഡി സ്നോഫോൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം മേളിലൊക്കെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടില്ലേ നാളെ അത്യാവശ്യം മേളിലൊക്കെ സ്നോഫോൾ ഉണ്ട്. ഇവിടെ താഴെയും ഇപ്പോൾ സ്നോഫോൾ ഉണ്ടായി. ഇവിടുത്തെ സ്നോഫോൾ ഇപ്പോൾ നിന്ന് മേളിൽ അത്യാവശ്യം സ്നോഫോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ബേസ് ക്യാമ്പ് എത്തുമ്പോൾ കുറച്ച് പണി തന്നെയാണ്. പിന്നെ അവിടെ -24 ഒക്കെ ഉണ്ടെന്ന് പറയണുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. കേതടി ക്ഷീണിച്ച് അവിടെ നോക്കി 2 പയ്യന്മാരുണ്ട് ഗ്യാസ് കുറ്റിയും ചുമന്നുകൊണ്ട് പോണത്. കാഴ്ച നോക്കി ഇവരെയൊക്കെ സമ്മതിക്കണം കേട്ടാ. അവൻ തളർന്നു. പക്ഷേ അതൊന്നും പറയാണ്ട. അത്രക്കും വെയിറ്റാണ് ചുമന്നുകൊണ്ട്. കാല് ഗ്യാസ് ആയിരിക്കാം. എന്നാലും ആ ഗ്യാസും ചുമന്നുകൊണ്ട് പോകണ്ടില്ല. ഫസ്റ്റ് ഇങ്ങനെ കുറച്ച് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ടീ പോയിൻ്റ് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ചായ പിടിക്കാൻ വേണ്ടി ഇവിടെ റെസ്റ്റ് എടുക്കാനാണ്. പിന്നെ കയറാൻ കിടക്കുന്നത് ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ സ്നോ വീണ് കിടക്കണം കേട്ടോ. കുറച്ച് നേരം അവിടെ മേളാതെ വേറെ പാക്കേജിലുള്ള ടീമാണ്. ഇനി നമുക്കിനി കിടക്കണ്ടേ കുറേ പോയാൽ. സ്പോട്ട് കൊണ്ട് പറ്റില്ലാട്ടോ. നിന്നെ നല്ലൊരു വീഴ്ച വീണട്ടാ. കോലം നോക്കി കാലൊക്കെ പോയി. നൈസ് വീഴ്ചയായിരുന്നു. വെറുതെ നിൽക്കണായിരുന്നു. നിന്നപ്പോൾ തന്നെ തെന്നി വീണതാണ്. മൊത്തമായിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴുകാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. കാരണം നല്ല തണുപ്പാവൂലും. അപ്പോൾ അതിങ്ങനെ തവലും കൊണ്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ വരുന്നവരൊക്കെ സൂക്ഷിക്കണം. അതായത് നല്ല ഗ്രിപ്പുള്ള ഷൂസ് തന്നെ വേണം. നമ്മൾ അവിടുത്തെ റെൻ്റ് എടുത്ത ഷൂസാണ്. എന്നിട്ട് പോലും തെന്നിപ്പോയി. പറഞ്ഞതല്ല. ഇനിയിപ്പോൾ എന്തായാലും മേളിലോട്ട് കയറാൻ തന്നെ നോക്കട്ടെ. ഓരോരുത്തരെ അവസ്ഥ കാണിച്ചു കൊടുത്തേക്ക്. ചെളി ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ചെളി ഉള്ളതുകൊണ്ടേ അതാണ് നേരത്തെ സ്ലിപ്പായി വീണു. ഒരു നല്ല രീതിക്ക് തന്നെ ചെളിയുണ്ട്. പിന്നെ ഇങ്ങനത്തെ കയറ്റമാണ്. അതുപോലത്തെയൊക്കെ കയറ്റം വരുമ്പേ നമ്മൾ ഇതിങ്ങനെ ഈ മരത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് കയറണത്. അപ്പോൾ ഇങ്ങനെ കയറിയപ്പോൾ കയറി നിന്നതിനായിട്ട് ഇങ്ങനെ സ്ലിപ്പായി ഒറ്റ പോക്ക് അങ്ങോട്ട് പോയതാണ്. ഊരുണ്ട് അങ്ങനെ കിട്ടിയ പണിയാണ്. എന്താ അവർ വരുന്നണ്ട നോക്കി കൊണ്ട് വന്നില്ലെങ്കിൽ തെന്നിപ്പോവും. അത്യാവശ്യം ഗ്രിപ്പുള്ള ഷൂസ് ആയിരുന്നിട്ട് പോലും നല്ല പണിയാണ്. ഷൂസിലേക്ക് പോലും കണ്ട. ഈ ഒരു സ്ഥലത്തോടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്നോ ഉണ്ട് കേട്ടോ. ഇപ്പോൾ മരം 5 പേര് ഇവിടെ ആദ്യം എത്തിയായിരുന്നു. നമ്മതേ പതുക്കനെ വന്നോളൂ. ഞാനിവിടെ എത്തിയത് അവർ പിന്നെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നോക്കി നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ ഉണ്ട് കേട്ടോ. ഇതൊന്നല്ല ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ. ഇനി മേലോട്ട് കയറും തോറും ഫുള്ള് സ്നോ മാത്രമാവും. സ്നോയിൽ കൂടെ ഉള്ള നടപ്പ് മാത്രമാവും. അതാണ് കാത്തിരിക്കണത്.
പക്ഷേ അതെ നല്ലൊരു സ്പോട്ടിലെത്തിയപ്പോൾ നമ്മളിവിടെ റെസ്റ്റ് എടുക്കണം കേട്ടോ. നമ്മളെ ടീമുകളൊന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. അതെ പേരോണോ ബ്രോ? ബേസിൽ ഷിബു. നെക്സ്റ്റ് ആസിഫ്. ഷംസീറിന്റെ മോൻ കാണില്ലല്ലോ. ഫ്രം ഇവര് 5 പേര് മൂവാറ്റിയാണ്. പിന്നെ പുറകിലിരിക്കുന്ന 2 പേര്, അവർ 2 പേര് കോഴിക്കോട്. അത് ഒന്ന് ജംഷിക്ക്, മറ്റേത് ഹിദേ. നല്ല ലഗേജൊക്കെ ചുമന്ന് തന്നെയാണെങ്കിൽ ഇത് മ്യൂളുണ്ടാവും കേട്ടോ. മ്യൂളിൻ്റെ പുറത്ത് കയറ്റിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനും എന്തോ ഒരു ചാർജൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ ബാഗ് അവിടെ റൂമിൽ വെച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ചുമന്നിട്ടാണ് വന്നേക്കണേ. മ്യൂള് പോകണണ്ട. മ്യൂള് പോകുമ്പോൾ സൈഡ് ഒതുങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ നൈസ് ഒരു തട്ട്. ഇതിൻ്റെ പുറത്തൊക്കെ ലഗേജ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ആ ലഗേജ് കൊണ്ട് നമ്മൾ താഴത്തോട്ട് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. എല്ലാവരും ഇരിപ്പണ്ട, ഡൗണായിട്ട് ഇരിക്കണേണ്ട. ഇപ്പം തണുപ്പ് കുറവുണ്ട്. തണുപ്പിന് വലിയ ഇതൊന്നുമില്ല, തണുപ്പിന് കുറവുണ്ട്. പക്ഷേ കിതപ്പ് നല്ല കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കണേ. ഇതേ ആ ഫസ്റ്റ് നിൽക്കണം, അതാണ് നമ്മുടെ ഗൈഡ് ശങ്കർ ഭായ്. പിന്നെ നമ്മുടെ ഇൻസ്ട്രക്ടർ അടിയിലുണ്ട് അർജുൻ. ദേവമരത്തിൻ്റെ ഇടയിൽ കൂടി ഒരാളെ കാണണ്ട, അതാണ് നമ്മുടെ അർജുൻ ഭായ്. ഭായല്ലട, മലയാളിയാണ് അർജുൻ. വായിക്കാൻകാരനാണ്. എല്ലാവരും അതേപോലെ പറഞ്ഞിരിക്കുന്നുണ്ട്. സ്പോട്ടുണ്ട്, സ്പോട്ട് അടിപൊളിയാണ്ട. പക്ഷേ ഇനി മുന്നോട്ടുള്ള കാഴ്ചകൾ ഇതിൻ്റെ അപ്പുറം ഒന്ന് തോന്നുമ്പോൾ ഇതൊന്നും ഇല്ലാത്തതായിട്ട് തോന്നും. അതുകൊണ്ടാണ് പിന്നെ അധികം ഇവിടെ ഒന്നും നിൽക്കാത്തത്. നമ്മൾ നേരത്തെ അടുത്ത ടീ പോയിന്റിലെത്തിയട്ടോ. ഞാനിത് 2 പേര് എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവിടുന്ന് തന്നെയാണ്. ഇവിടെ കുറച്ച് ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടപ്പോൾ വിചാരിച്ച് ക്യാമ്പിംഗ് സൈറ്റാണെന്ന് വിചാരിച്ചു. പക്ഷേ ക്യാമ്പിംഗ് സൈറ്റൊന്നുമല്ല. ഇത് എനിക്ക് തോന്നണേ ഇവിടുത്തെ ആടിനെ മേയ്ക്കാൻ പോകുന്ന ടീമുകളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതാ ഇനി വേറെ ഏതെങ്കിലും കമ്പനിയുടെ ക്യാമ്പിംഗ് സൈറ്റാണെന്ന് അറിയില്ല. കുറച്ച് ടെൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ടീ ഷോപ്പും ഉണ്ട്. ഇതേ കുറച്ച് മ്യൂളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. റെസ്റ്റിംഗ് പോയിൻ്റാണ്. ഇവിടുന്ന് റെസ്റ്റ് ചെയ്ത് ഇനി 1 കിലോമീറ്റർ കൂടി ഉണ്ടെന്ന് പറഞ്ഞു, മറ്റേ ജുദ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. സ്പോട്ട് ഓക്കെ അടിപൊളിയാണ്. ബാക്കിയുള്ള ടീമുകൾ അവിടെ നിന്ന് വന്നുണ്ട്. അത്യാവശ്യം കയറ്റം കയറിയിട്ടാ അമ്മ ഇപ്പം. ഫൈനലി ഇതേ നമ്മുടെ ഫസ്റ്റ് ക്യാമ്പിംഗ് സൈറ്റായ ജുദ ക്യാമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതെ ഇതാണ് നമ്മുടെ ടെൻറ്റാണ് കാണുന്നത്. ഞാൻ അവിടെ വേറെ ആൾക്കാരുടെ ടെൻറ്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വേറെ ഏതെങ്കിലും കമ്പനികളുടെ ആയിരിക്കും. തോന്നുന്നു ഫസ്റ്റ് ദിവസം വന്നിട്ട് മിക്കവരും ഈ അടുത്തൊക്കെ തന്നെ ആയിരിക്കും ക്യാമ്പ് ചെയ്യണത്. കുറച്ച് ക്യാമ്പുകളൊക്കെ കാണാനുണ്ട് അപ്പുറത്തൊക്കെ ആയിട്ട്. സ്പോട്ട് അടിപൊളിയാണ്ട. അതായത് ഫുള്ള് സ്നോ ആയി. സ്നോൻ്റെ നടുക്കാണ് നമ്മളിപ്പോൾ ഉള്ളത്. അടിപൊളി പ്ലേസ്. ഇതേ അവിടെ മേളിൽ മലേൻ്റെ മേളിലൊക്കെ ചെറുതായിട്ടൊക്കെ സ്നോ കാണുന്നുണ്ട്. അത് വേറൊരു സ്ഥലമാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ മേളിലോട്ട് തന്നെയാണ് പോകാനുള്ളത്. അപ്പോൾ അതെ 3 ടെൻ്റ് ഉണ്ട് അവിടെ. ഇനി ഫുഡായിട്ടുണ്ട്, ഫുഡ് കഴിക്കുക. നേരെ ഇന്നിവിടെ സ്റ്റേ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇവിടുന്ന് പിന്നെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും.
എല്ലാവരും ഫുഡ് കഴിക്കണേണ്ട ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് ഫുഡ് ഇട്ടാ പപ്പടവും ബിരിയാണി പോലത്തേതും എല്ലാവരും ഒന്ന് കഴിക്കുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ അവസ്ഥ ഒന്നല്ല കേട്ടാ. ഇപ്പോഴത്തെ നോക്കിയേ, വന്നപ്പോൾ ഇത്രയും മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതെ സ്നോഫോൾ വീണ് ടെൻ്റൊക്കെ ഈ അവസ്ഥയായി. ഇപ്പോഴേ മരങ്ങളൊക്കെ കാണാം, മരങ്ങളൊക്കെ ഫുള്ള് സ്നോയിലായിട്ടാ. അത് തന്നെ അല്ലാതെ അത് സ്നോഫോൾ കഴിഞ്ഞപ്പോൾ അടുത്ത കോഡ് ഇറങ്ങിയേക്കണ്. അത് വന്നപ്പോൾ ഉള്ള സ്ഥലം തന്നെയല്ല, അയ്യോ മാറി ഫുള്ള് സ്നോ ആയി. നമ്മളിതേ ഫുഡ് കഴിച്ചാൽ മരത്തിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ. അത്യാവശ്യം ഇവിടെ ഒന്നും ഇത്രയും സ്നോ ഉണ്ടായിരുന്നില്ല, ആകെ സ്നോ ഉണ്ടായിരുന്നില്ല ആ സൈഡിലൊക്കെയാണ്. ഇപ്പോൾ അവിടെ മൊത്തത്തിൽ ഇപ്പോൾ ഫുള്ള് സ്നോ ആയി അവസ്ഥ. ഇത് ജുദാക്ക തലാബ് ഇതിലാണ് നിൽക്കണേ. ഇനി ബേസ് ക്യാമ്പ് എത്തുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. ഗുഡ് മോർണിംഗ്. അപ്പോൾ പിറ്റേ ദിവസം എണീറ്റുണ്ട് കേട്ടോ രാവിലെ തന്നെ. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ ജുദാക്ക തലാബിലാണ് നല്ല പറഞ്ഞല്ല. അതെ രാവിലെ എണീറ്റിട്ട് ചെറിയൊരു കട്ടൻ ചായ അടിക്കണം. എന്നാലും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര തണുപ്പുണ്ടായിരുന്നില്ല, പക്ഷേ ടെൻറ്റിൽ അങ്ങോട്ട് കിടന്നിട്ട് ഒരു തൃപ്തിയില്ല. കറക്റ്റ് ഉറക്കം കിട്ടണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും പറഞ്ഞ് എങ്ങനെയെങ്കിലൊക്കെ നേരം വെളുത്തപ്പോൾ കാണുന്ന കാഴ്ച നീ കാണുന്നത് മൊത്തം സ്നോ ആയിട്ടാ. മരങ്ങളും ഇപ്പോൾ ഇന്നലെ നമ്മുടെ പുറകിലുണ്ടായിരുന്ന ആ മലകളൊക്കെ കണ്ട, അതൊക്കെ മൊത്തം സ്നോ ആയി. ടീമുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവരൊക്കെ അവിടെ നിന്ന് ചായ കുടിക്കണമാണ്. അതെ ഞാൻ ചായ കുടിക്കണം. അപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആവും. ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബേസ് ക്യാമ്പിലോട്ട് പോകും. അപ്പോൾ മുന്നോട്ട് പോട്ടെ. കാണുന്നത് ടെൻ്റ് അവിടെ, അതിൻ്റെ ഇവിടെ തന്നെ ആയിട്ട് ബാത്റൂമുണ്ട്. ബാത്റൂമിൻ്റെ അവസ്ഥ ഉണ്ട്. നമ്മുടെ ബാത്റൂം ഈ സെൻറ്ററിലെ തുളണ്ട തുളയിലോട്ട് ഒരു കാര്യം സാധിക്കണം. എന്നിട്ട് ടിഷ്യൂ ഉണ്ടാവും, ടിഷ്യൂ എടുത്തിട്ട് യൂസ് ചെയ്യണം. വെള്ളമൊന്നും തൊടാൻ വേണ്ടി പറ്റൂലല്ലോ നമുക്ക്. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചപ്പോൾ ഇത് പിന്നെ ഇതുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതെന്താണ് എന്താണ് അവല, അത് അവല് എന്തോ റാവ് വെച്ചിട്ട് എന്തോ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബേസ് ക്യാമ്പിലോട്ട് പോകും. അതേ എല്ലാവരും റെഡി ആയിട്ടാ. നമ്മതേ ബേസ് ക്യാമ്പിലോട്ട് ട്രക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഇന്ന് 3 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു ബേസ് ക്യാമ്പിലോട്ട്, അധികം ദൂരവും ഇല്ല എന്ന് പറഞ്ഞു. നാളെ ബേസ് ക്യാമ്പിൽ നിന്ന് മറ്റേ എന്താണ് കേദർകാന്ത സബ്മിറ്റ് ചെയ്യാനായിട്ട് 5 കിലോമീറ്റർ നടക്കേണ്ടി വരും. അത് കുറച്ച് റിസ്ക്കാണ്. റിസ്ക് മീൻസ് കുറച്ച് ടഫാണ്. ഇപ്പോൾ കുറച്ച് പേര് സബ്മിറ്റ് ചെയ്തിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. 2 എറണാകുളംകാരെ പരിചയപ്പെട്ട് അവരിപ്പോൾ അങ്ങോട്ട് പോയുള്ളൂ. അതെ എല്ലാം റെഡിയായി. കാലിൽ നമ്മൾ അതേ സ്നോ ഇന്നുണ്ടാവും മേളിലോട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം ഇട്ടിട്ടുണ്ട് കേട്ടോ, ക്രാംബോൺസാ എന്താ പറയും. പിന്നെ ഇവിടെ മഞ്ഞുള്ളിലോട്ട് കയറാണ്ടിരിക്കാൻ ഇവിടെ ഒരു ഇതും കൂടിയും വരും. അതിപ്പോൾ ഇട്ടിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് വരും മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ആൾക്കാർ ഷൂസ് തെന്നി പോകാണ്ടിരിക്കാനായിട്ട് നല്ല അടിയിൽ ഗ്രിപ്പൊക്കെ ഉള്ള എന്താണ് നല്ല ഗ്രിപ്പുള്ള ഒരു സാധനം ഇട്ടിട്ടുണ്ട്, ക്രാംബോൺസ്. എല്ലാവരും ദേ സെറ്റാണ്. നമ്മളിപ്പോൾ എന്തായാലും ട്രക്കിങ് സ്റ്റാർട്ട് ആയിട്ട്. ചെറിയപ്പോൾ ഈ ഒരു ടോപ്പായിട്ടാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജുദാക്ക തലാബ് ക്യാമ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ആൾട്ടിറ്റ്യൂഡ് 9100 ഫീറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കുറച്ച്
ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഗ്യാങ് ഇവിടെ റെസ്റ്റിങ്ങിലാണ്. കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ ഒരു ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ ജുദാക്ക തലാബ് എന്ന് പറഞ്ഞാൽ ലേക്ക്. അതെ, ഏകദേശം എത്താനായിട്ടുണ്ട് ആ ലേക്കിൻ്റെ അടുത്ത്. വേണ്ട ജുദാക്ക തലാബ് ലേക്ക് ഫ്രീസായി കിടക്കണാണ്. അവിടെ ഒരു ക്യാമ്പിങ് സൈറ്റ് ഉണ്ട്. നമ്മുടെ ടീമുകളൊക്കെ അതെ മേളിലുണ്ട്. നമ്മൾ ജസ്റ്റ് ലേക്ക് ഒന്ന് നോക്കാൻ വേണ്ടി താഴേക്ക് വന്നാണ്. ഫ്രീസായി കിടക്കണം. ഇവിടെ ഇറങ്ങാന്ന് പറഞ്ഞ് ഇവിടെ തൊട്ടടുത്ത് പോയി പെട്ട് കുഞ്ഞാ പെട്ട് പിടിച്ച് ടാസ്കാലോ. നിക്ക് കൈ പിടിച്ചോ. അർജുന വിളിച്ച് അയ്യോ ഇവിടെ താന്നു. ഫോൺ അർജുന വിളിച്ച് പെട്ടോ. നല്ല പണി കിട്ടിയിട്ട മച്ചന്മാരെ. ഇതിനു മുമ്പത്തെ ഷോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാല് ആ ലൈക്ക് നിൽക്കണായിരുന്നു. അപ്പോൾ ഞാനും ആസിഫായിരുന്നു അവിടെ നിന്നത്. ലൈക്ക് ഇവിടെ നിന്ന് കാണിച്ചാൽ ജസ്റ്റ് പൊളിഞ്ഞടക്കണ്ടാവും. അവിടെ അമ്മ അവിടെ തുമ്പത്ത് നിൽക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നതാണ്. പൊളിഞ്ഞു പോയി അവിടെ. അങ്ങോട്ട് ഇഞ്ഞ് പോണില്ല. എല്ലാവരും തിരിച്ചു പോണേണ്. നേരെ ലേക്ക് അങ്ങോട്ട് ഫ്രീസായി കിടക്കണല്ല, അത് അങ്ങോട്ട് പൊട്ടിപ്പോയി. നേരെ ഞാനും ആസിഫും കൂടി താഴ്ന്നു പോയി. ഭാഗ്യത്തിന് അധികം താഴ്ചയില്ലാത്തതുകൊണ്ട് കാല് മാത്രം തന്നെ ഉള്ളൂ. കാലും ഷൂ ഒക്കെ നനഞ്ഞ് നമുക്കിനി സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണ. എന്ന് വെച്ചാൽ ഈ ഷൂസ് ഇട്ടിട്ട് മേളിലോട്ട് സബ്മിറ്റിലോട്ട് പോകാൻ പറ്റില്ല. ഷൂസ് നാളാകുമ്പോഴത്തേനും ആകെ ഫ്രീസാവും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ബേസ് ക്യാമ്പ് വരെയും പോയി നോക്കാം. ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ കയറ്റിയിട്ടിട്ടേക്കണേ. ബേസ് ക്യാമ്പിൽ നിന്ന് ചൂടാക്കി നോക്കാം. പറ്റിയാൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ അവിടെ തന്നെ ബേസ് ക്യാമ്പിൽ തന്നെ നിർത്തുമെന്നാണ് പറയണ. ഷൂസിൻ്റെ അവസ്ഥ അനുസരിച്ച് ഷൂസ് ആകെ നനന്നെ ചീനിരിക്കണം. അതെ, നനന്നെ ആകെ ഇടങ്ങിയറായി ഷൂസ്. വേണ്ട എന്നിട്ട് അവരൊക്കെ വന്ന് മറ്റേ ഗൈഡും അർജുനും കൂടി വന്ന് നമുക്ക് കയറാൻ പറ്റണ്ടായിരുന്നില്ല. കാരണം കുറച്ച് താഴ്ന്നു പോയി. ഒന്നും പറയണ്ട, നല്ലൊരു ടാസ്ക് തന്നെയായിരുന്നു. അതിപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കാലൊക്കെ ഉണക്കി ഷോക്സ് കളഞ്ഞ് വേറെ സ്പെയർ ഷോക്സ് ഉണ്ടായിരുന്നു അതെടുത്തിട്ട് എന്നിട്ട് പ്ലാസ്റ്റിക്കും കുത്തിക്കയറ്റിയിട്ട് ഇട്ടേക്കണേ. ലൈക്കാണ് ഫ്രീസാന്ന് പറഞ്ഞ എല്ലായിടത്തിനും പോയതാ. അല്ലേ അവിടെ ആ തുമ്പത്താണ് പൊളിഞ്ഞേക്കണത്. ഒന്നും പറയണ്ട. ഇവിടേക്കാണ് ഇറക്കണമെങ്കിൽ തീർന്ന തന്നെയാണ്. പൊളിഞ്ഞങ്ങോട്ട് പോകും. അപ്പോൾ എന്തായാലും ബേസ് ക്യാമ്പിലോട്ട് പോട്ടെ. ഭാഗ്യം ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. നമ്മളെ നല്ല കണ്ടന്റ് ഉണ്ട്. സ്നോട്ട് തെറി അവനെ സ്നോട്ട് തെറി. ഈ കാണുന്ന കയറ്റം കണ്ട അത്യാവശ്യം നല്ലൊരു വലിയൊരു കയറ്റമാണ്. ശങ്കർ ഭായ് അവിടെ പോകുന്നുണ്ട്. ഈ ഒരു വലിയ കയറ്റം കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ബേസ് ക്യാമ്പ് അടുത്താണ്. ഒരു 200 മീറ്റർ പരന്നാ കിടക്കണമെന്നാണ് പറയണം. ഇതാണ് ഇനി മെയിനായിട്ട് കയറാനുള്ള ഒരു അത്യാവശ്യം വലിയൊരു കയറ്റം. ഇതും കൂടി കയറി കഴിഞ്ഞാൽ കുറച്ച് സമാധാനമാവും. ശങ്കർ ഭായ് ഇത് ജെറ്റിട്ടോലെ പോണേന്. ഒരു 3 പേര് പോകുന്നുണ്ട്. അൽത്താഫ് ഇവിടെ ഉണ്ട്. ഫൈസിലും അടിയിലാണ്. പിന്നെ മറ്റേ കോഴിക്കോട് കപ്പിൾസും അടിയിലാണ്. അർജുനും അടിയിലാണ്. അപ്പോൾ അതൊക്കെ വന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ കയറട്ടെ. അയ്യോ
എമ്പത്ത് മുമ്പ് ആ കാണുന്ന പാറണ്ട ആ പാറയിൽ റേഞ്ച് പോയിന്റ് എന്ന് പറയും. അവിടെ നിന്ന് അത്യാവശ്യം റേഞ്ചൊക്കെ ഉണ്ട്. ഇതേ അവരവിടെ നിന്ന് ഫോൺ ചെയ്യാനാണ്. അവിടെ ചെന്നിട്ടാണ് വീട്ടുകാരെയൊക്കെ ഒന്ന് വിളിക്കാൻ. ഇന്നലെ മൊത്തമായിട്ട് വിളിച്ചിട്ടില്ല, റേഞ്ച് ഉണ്ടായിരുന്നില്ല. ഉമ്മാരെയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് ഇനി വീട്ടുകാരെയൊക്കെ ഒന്ന് വിളിക്കട്ടെ. എന്നാൽ ആദ്യം സംസാരിക്കാനും പറ്റിയില്ല. ഹലോ പറഞ്ഞ് റേഞ്ച് ഇല്ലാട്ടാന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് കിട്ടണില്ല. അടിയിൽ നിന്ന് കുറച്ച് മ്യൂളുകളും ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. കുറച്ച് പേര് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. നമ്മുടെ ടീമുകൾ പോണ്. കയറ്റം എത്താറായിട്ടുണ്ടോ? കുറച്ചും കൂടി ഉള്ളൂ. ഇനി 20 മിനിറ്റും കൂടി നടന്നു കഴിഞ്ഞാൽ ബേസ് ക്യാമ്പ് എത്താന്നാ പറയണം. നേരെ അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കണം. കയറ്റില്ല, കയറ്റമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ഇറക്കമായിട്ടാണ്. ഇപ്പോൾ കുഴപ്പമില്ല, ഒരു കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഇറക്കത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് വലിയ കിതപ്പൊന്നുമില്ല. അപ്പോൾ അതെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ബേസ് ക്യാമ്പ് എത്തിയിട്ടുണ്ട്. ഇതേ അവിടെ ടെൻ്റൊക്കെ കാണുന്നുണ്ടോ? അതാണ് ബേസ് ക്യാമ്പ്. അങ്ങനെ നമ്മുടെ അടുത്ത ടാർഗറ്റും സബ്മിറ്റ് ചെയ്ത് മെയിൻ ടാർഗറ്റ് ഇതേ അവിടെ മേളിൽ കാണാമെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചു തരാം. മെയിൻ സബ്മിറ്റ് അതിൻ്റെ മേളിലാണ്. അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. അങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചു തരാം. ആ കാണുന്ന ടോപ്പുണ്ട്, അതെ അതാണ്. കണ്ടില്ലേ ടോപ്പ് ഉണ്ടില്ലേ? ഇതാ ടോപ്പാണ് സമ്മിറ്റ്, കേദർഗന്ധ സമ്മിറ്റ്. നാളെ പോകേണ്ട അങ്ങോട്ടാണ്. അതെ നമ്മുടെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും സെറ്റാണ്. ഇവിടെ തന്നെയുള്ള വ്യൂ ഒക്കെ അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ. പക്ഷേ അതിൻ്റെ മേളിൽ കയറി നമുക്ക് 360 വ്യൂ കാണാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ ഇപ്പോൾ ഒരു 90 ഡിഗ്രി വ്യൂ ഉള്ളൂ. ഞാൻ ഇവിടെയൊക്കെ കണ്ട മരങ്ങളായാലും അങ്ങോട്ടുള്ള വ്യൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി നിന്നാൽ ചിലപ്പോൾ ഒരു 180 ഡിഗ്രി കിട്ടുമായിരിക്കും. 360 കിട്ടണമെങ്കിൽ നമ്മൾ പീക്കിൻ്റെ മേളിൽ തന്നെ കയറണം. അപ്പോൾ ദേ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കണേണ്ട. അടുത്ത നാളെ സബ്മിറ്റിലോട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ ദേ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ടീംസ് സുദേവ്, അൽതാഫ്, ആസിഫ്, ഷംസീർ, ജംഷിക്ക. ഇതാ എടാ ബേസിലോടാ, ബേസിലുറങ്ങിയത്. അപ്പോൾ ടാറ്റ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.